അങ്ങനെ പാതിയടഞ്ഞ മിഴികളോടെ ആണ് യാത്രയാകുന്നത് എന്ന് തോന്നിപ്പോവുകയാണ് ദൃശ്യങ്ങളിൽ കാണുമ്പോൾ. ജീവിതത്തെ അത്രയേറെ ഇഷ്ടപ്പെട്ടിരുന്ന, കളിചിരികൾ ഇഷ്ടപ്പെട്ടിരുന്ന, കൂട്ടുകാരായി ഒരുമിച്ച് ആർത്തുല്ലസിച്ച് ജീവിച്ചിരുന്ന മക്കളാണ് 4 പേരും. അവരിത് ഒരുമിച്ച് യാത്രയാകുന്നു. ഗോകുൽ, ഇപ്പോഴും തിരക്ക് നിയന്ത്രണ വിധേയമാണോ? ഇനിയും ഒരുപാട് പേർ അന്തിമോപചാരം അർപ്പിക്കാനായി കാത്തു നിൽക്കുന്നുണ്ടോ? പുറത്തേക്കായി ഈ കുട്ടികളെ കാണാനായിട്ട് ആർത്തെത്തുന്നുണ്ട്. അവർക്ക് സ്വാഭാവികമായും എത്ര പേർക്ക് ഈ കുട്ടികളെ അവസാനമായി കാണാൻ കഴിയും എന്നറിയില്ല. 10 മണി കഴിഞ്ഞു. പക്ഷേ ദൂരദർശൻ അല്പസമയം കൂടി നീണ്ടു പോകാനുള്ളൊരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു പ്രത്യേക ഒരു സാഹചര്യം നമുക്കറിയാം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ 12 മണിക്ക് മുൻപ് ഖബറടക്കം നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണ് ബന്ധുക്കളും അതോടൊപ്പം തന്നെ പ്രദേശവാസികളും ഒക്കെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര നേരം ഇനി ഈ പൊതുദർശനം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുമെന്നറിയില്ല. പക്ഷേ 10 മണിയാകാൻ ഇനി അരമണിക്കൂർ മാത്രമേ ഉള്ളൂ. നിരവധി പേർ ഇപ്പോഴും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടേക്ക് ഒരു നോക്ക് കാണാനായി, ഈ കുട്ടികളെ കാണാനായി, അവസാനമായി ഒരു നോക്ക് കാണാനായി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കാരണം അത്രമാത്രം വേദന അവരുടെയൊക്കെ ഉള്ളിൽ വാരി വിതറിക്കൊണ്ടാണ് ഈ കുട്ടികൾ ഈ ലോകത്ത് നിന്ന് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അവസാനമായി ഇവരെ ഒരു നോക്ക് കാണാനായി നിരവധി പേരെത്തുന്നുണ്ട്. ഈ കുട്ടികളുടെ അടുത്ത് അവരുടെ ഉമ്മയും അതോടൊപ്പം തന്നെ അടുത്ത ബന്ധുക്കളും ഒക്കെ നിൽക്കുന്നത് നമുക്ക് കാണാം. വളരെ കലങ്ങിയ കണ്ണുകളുമായി ഇവരൊക്കെ തന്നെ നിൽക്കുന്നുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പ്രമുഖരും ഒക്കെ തന്നെ എത്തി അവസാനമായി ഇവരെ ഒരു അന്തിമോപചാരം അർപ്പിക്കാനായി ഇവിടേക്ക് എത്തി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. മന്ത്രിമാരും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളും മറ്റ് പ്രമുഖരും ഒക്കെ തന്നെ എത്തിയിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറം സാധാരണക്കാർ ഈ കുട്ടികളെ ഒരു നോക്ക് കാണാനായി, അതായത് അവർ പലവരും ഇതിൽ ഈ ജീവിതകാലത്തിനിടയിൽ എപ്പോഴെങ്കിലും ഈ കുട്ടികളെ കണ്ടവരായിരിക്കില്ല. പക്ഷേ ഈ അപകടം അറിഞ്ഞ് ഇവർ അമ്മയും അച്ഛനും അടക്കമുള്ള ബന്ധുക്കളെല്ലാം ഈ ഹാളിലേക്ക് വന്നിട്ടുണ്ടോ? ഈ 4 പേരുടെയും വീട്ടിൽ നിന്ന് ആ ബന്ധുക്കളും ഇവിടേക്ക്, അമ്മയും അച്ഛനും അടക്കമുള്ള ബന്ധുക്കളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരാണ് ആ സമീപത്തിരിക്കുന്നത്. അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കൂടി നമുക്കിവിടെ നിന്ന്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വളരെ വിഷമിപ്പിക്കുന്ന കാഴ്ചകൾ കൂടി ഇവിടെ ഉണ്ട്. മോത്തി അടുത്ത ബന്ധുക്കളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പ്രദേശവാസികൾ, ഇവരുമായി വളരെ അടുപ്പമുള്ളവർ, സ്കൂളിൽ പഠിച്ചവർ, ഇവരോടൊപ്പം സ്കൂളിൽ പഠിച്ചവർ, അധ്യാപകർ, അങ്ങനെ വിവിധ ആളുകൾ, അതായത് വിവിധമായി ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോഴും വലിയ നീണ്ട നിര തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. അവസാനമായി ഈ കുട്ടികളെ ഒരു നോക്ക് കാണാനായി അതിൻ്റെ ഒരു വലിയ നിര, ജനക്കൂട്ടം ഇവിടെ നമുക്കിപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. മോത്തി, കരിമ്പനക്കൽ ഹാളിന് പുറത്തേക്കും നീണ്ട നിരയാണ് കാണാനാവുന്നത്. നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങുന്നു. ഒപ്പം ഇനിയും ഏറെ പേർ കാത്തു നിൽക്കുന്നു. അതുകൊണ്ട് കൃത്യസമയം പാലിച്ച് സംസ്കാര ചടങ്ങുകൾ നടത്താൻ കഴിയണേ എന്നാണ് കരുതുന്നത്. അങ്ങനെ കരുതുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അരുൺ ശങ്കർ ഒപ്പം തുടരുന്നുണ്ട്. അരുൺ, ഈ ഹാളിന് പുറത്തേക്ക് നീണ്ട നിരയാണ് കാണാനാവുന്നത്. ഇനിയും ഏറെ പേർ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇന്ന് ജുമാ നമസ്കാരത്തിന് മുൻപ് തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാനുള്ള ഒരു സമയക്കുറവ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇത് പൂർത്തിയാക്കാൻ, ഈ അന്തിമോപചാരം അർപ്പിക്കുന്ന ഈ ചടങ്ങ് പൂർത്തിയാക്കാൻ കഴിയുമോ? ഈ പൊതുദർശനം വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ഇടപെടലുകളൊക്കെ ഉള്ളവർ നടത്തുന്നുണ്ട്. വേഗം ആളുകളെ ഇടാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ പുറത്ത് അതിനേക്കാൾ ശരിയാണ്, ഒരുപാട് തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അവിടെ ഹോളിലേക്ക് ആളുകൾ കേൾക്കാം. അരുൺ പറയൂ. ഹലോ ഇപ്പോഴും കരിമ്പനക്കൽ ഹാളിന് പുറത്ത് നൂറുകണക്കിന് ആളുകളാണ് ഈ 4 കുടുംബങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് കാത്തു നിൽക്കുന്ന. ഈ പ്രദേശവാസികളായിട്ടുള്ള നിരവധി പേർ ഇപ്പോഴും ക്യൂവിൽ ഉണ്ട്. ഇവർക്ക് എല്ലാവർക്കും അന്തിമോപചാരം അർപ്പിക്കാൻ അവസരം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ 12 മണിക്ക് മുമ്പ് ഈ ചടങ്ങുകളൊക്കെ പള്ളിയിൽ തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ 10 മണിയോടുകൂടി മൃതദേഹം പള്ളിപ്പറമ്പിൽ എത്തണം, ഖബറിനടുത്ത് എത്തണം. പിന്നെ ചടങ്ങുകളിലേക്ക്
കടക്കണം. അപ്പോൾ അതൊക്കെ തീർക്കാൻ വേണ്ടി എത്രയും വേഗം മൃതദേഹം ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള സാധ്യതയാണുള്ളത്. പക്ഷേ നിരവധി ആളുകൾ, നൂറുകണക്കിന് സ്ത്രീകളും അതോടൊപ്പം തന്നെ സ്ത്രീകളും പുരുഷന്മാരുമൊക്കെയായി കുട്ടികളുമൊക്കെയായി നൂറുകണക്കിന് ആളുകളാണ് ഇപ്പോഴും കരിമനക്കൽ ഹാളിന് പുറത്ത് ഈ 4 കുട്ടികൾക്ക് അന്തിമോചനം അർപ്പിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നത്. എന്തായാലും എല്ലാവരും നിറകണ്ണുകളോട് കൂടിയാണ് ഈ 4 കുരുന്നുകളെ യാത്രയാക്കുന്നത്. കഴിഞ്ഞ ദിവസം വരെ പൂമ്പാറ്റകളെ പോലെ ഈ നാട്ടിൽ പാറിപ്പറന്ന് നടന്ന 4 പെൺകുട്ടികളായിരുന്നു. അവർ പരസ്പരം സ്നേഹം പങ്കിട്ട്, സൗഹൃദം പങ്കിട്ട്, വീട്ടുകാരുടെ പൊന്നോമനകളായി വളർന്നു വന്നവരായിരുന്നു. അവർക്ക് അവരുടേതായ സ്വപ്നങ്ങളുണ്ടായിരുന്നു. വീട്ടുകാർക്കും അവരെക്കുറിച്ച് നിരവധി സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒറ്റ നിമിഷം കൊണ്ടാണ് ഇല്ലാതായിരിക്കുന്നത്. ആ വേദനയിൽ നിന്ന് ഈ നാടും അതോടൊപ്പം തന്നെ ഈ 4 പേരുടെ കുടുംബവും സുഹൃത്തുക്കളും ഒന്നും ഇതുവരെ മുക്തരായിട്ടില്ല. മനസ്സ് ഇപ്പോഴും വീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ഓരോ മനുഷ്യരും ഈ കുട്ടികളെ ഓർത്ത് വിലപിക്കുകയാണ്, വിഷമം കടിച്ചമർത്താൻ ശ്രമിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് എല്ലാവരും മുക്തരാകുമ്പോഴും ആ കുടുംബം തീർച്ചയായിട്ടും ഈ സംഭവത്തോട്, ദുരന്തത്തോട് പൊരുത്തപ്പെടാനാവാതെ ഒരു നാടാകെ കണ്ണീരിലാണ്. ആ നിൽപ്പ്, തലകുനിച്ച് ദുഃഖഭാരത്തിലുള്ള ആ നിൽപ്പ് കാണുമ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ മനസ്സിലാവും.